സലാമുണ്ടിട്ടാ പ്രിയപ്പെട്ടവരെ, സലാമുണ്ടിട്ടാ. ബാള് ഊരിപ്പിടിച്ച ബാളിനിടയ്ക്ക് തലങ്ങും വിലങ്ങും പിന്നെ കുറുകയും നെടുകയും വട്ടവും നീളമൊക്കെ ഓടി നടന്ന് എനിക്ക് ഒരൊറ്റ മനുഷ്യനെയും പേടിയില്ല. ഇന്ദ്രനെയും ചന്ദ്രനെയും എനിക്ക് പേടിയില്ല. ഈ നിങ്ങൾ എന്നെ ഈ വക വേഷം കെട്ടൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കണ്ട. വെറുതെ വീട്ടിലിരിക്കുന്ന ആളെ സഭയിലേക്ക് വിളിച്ച് ഇറക്കിക്കൊണ്ട് പറഞ്ഞാട്ടാ കുഴനാട് അത് വേണ്ട വേണ്ട വേണ്ടാട്ടാ വേണ്ടാത്തതിനാണത് എന്ന് പറഞ്ഞ ആള് ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളിപ്പ കാറ്റ് പിടിച്ച കോഞ്ഞാട്ട പോലെ നിന്ന് കിലുകില നിന്ന് ബിറക്കാണ്. തുള്ളാൻ വേണ്ടി ബാളെടുത്ത് ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന വെളിച്ചപ്പാടിന് പോലെ കിലുകില നിന്ന് ബിറക്കാണ്. അരമണി ഇങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്തെങ്കിൽ നല്ല 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 മേളം കേട്ടേനെ. ബിറക്കാണ് ആള്. പുള്ളിക്കാരൻ ആര്? ഈ പിണറായി വിജയൻ നിന്ന് ബിറക്കാണ്. എന്താ ബിറക്കണത്? ഇ ഡിയുടെ അന്വേഷണം വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞ കാര്യമാണ്. എന്തുട്ട് നിയമസഭയിൽ പറഞ്ഞല്ല, മാത്യു കുഴൽനാടൻ ഇ ഡിയുടെ കേസുമായിട്ട് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള പുള്ളയുടെ കേസ് പൊക്കിക്കൊണ്ടുവന്നില്ല, വീണ വിജയന്റെ കേസ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു സഭയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന കുഴൽനാടൻ കൊണ്ടുവന്ന വേഷം കെട്ട് മാറും. അത് വേണ്ട, ഇവിടെ നിന്ന് നിൽക്കൂലി കളി എന്ന് പറഞ്ഞ് ശരിയല്ല. കുഴൽനാടൻ ഈ കേസ് ഉന്നയിച്ചെന്റെ പിറ്റേ ദിവസം തന്നെ കുഴൽനാടന്റെ വീട്ടിലെ അടുപ്പുകളിൽ കൂടി പൊളിച്ച് റവന്യൂ വകുപ്പ് അളക്കാൻ ചെന്ന് ഇത് അനധികൃത ഭൂമിയാണോ അല്ലെങ്കിൽ കയ്യേറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അളക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. കുഴൽനാടന്റെ അടുപ്പുകളിൽ വരെ പൊളിച്ച് മാറ്റി അളക്കണ കാഴ്ച നമ്മളുണ്ട്. പിന്നെ മൂന്നാറിൽ കുഴൽനാടൻ കുറച്ച് ഭൂമി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അനധികൃതമാണോ, ആ റിസോർട്ട് കെട്ടിയേക്കണത് കള്ളഭൂമിയിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മൂന്നാറ് മുഴുക്ക അളന്നു കിടക്കണ്ടായിരുന്നു റവന്യൂ വകുപ്പ്. അങ്ങനത്തെ ഉള്ള പിണറായി വിജയൻ ഇപ്പൊ എന്താ നേരത്തെ പറഞ്ഞ പോലെ കാറ്റ് പിടിച്ച കോഞ്ഞാട്ട പോലെ ഇന്ന് കിലികില നിന്ന് ബിറക്കാണ്. ഇപ്പൊ ഒരു വാള് കൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുള്ളി കുറഞ്ഞ് പുള്ളി കൽപ്പന പറയൂന്നാണ് പറയുന്നത്. കേൾക്കുന്ന ആളുകളൊക്കെ ശരിയല്ല. വീണ വിജയൻ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. ഇപ്പൊ വീണ വിജയൻ അല്ല കമ്പനി ഉണ്ടാക്കിയേക്കണത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ED പുറത്തു വിട്ടേക്കണത്. അതായത് ഈ ബംഗളൂരുവിലുള്ള അഡ്രസ്സിൽ വീണ വിജയൻ ബംഗളൂരിൽ വീണ വിജയനെ മുൻനിർത്തി പിണറായി വിജയന്റെ ബേറാനുണ്ട് ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി ആ പുള്ളിക്കാരനെ ഓപ്പറേറ്റ് ചെയ്ത് എന്നുള്ളതാണ് PD കണ്ടെത്തിയേക്കണത്. ചോദിക്കണ ഒറ്റ ചോദ്യത്തിനും പഠിക്കാണ്ട് പരീക്ഷ തെഞ്ഞുന്ന പുള്ളങ്ങൾ പോലെ എനിക്കറിയാൻ പാടില്ല എന്ന് പറയുന്നത്. പണ്ട് കേട്ടയത്തിലൂല ക്ലാസ്സിൽ അപ്പൊ സാറുമാര് എഴുന്നേറ്റിപ്പിച്ച് നിർത്തും. സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ പിള്ളേർ ചാടി എഴുന്നേക്കും. ഓരോ ചോദ്യങ്ങൾ ടീച്ചർ അങ്ങോട്ട് ചോദിക്കും, സാറുമാര് ചോദിക്കും. അവർക്ക് ചോദിച്ചാതില്ല, പുള്ളങ്ങളെല്ലാം ഇടങ്ങാറാവുന്നത്. അപ്പൊ എല്ലാ പുള്ളങ്ങളും അതറിയാൻ പാടില്ല, ഇതറിയാൻ പാടില്ല, പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ED എന്തൊക്കെ ചോദ്യം ചോദിച്ചാലും വീണ വിജയൻ പറഞ്ഞത് അതെനിക്ക് ഓർമ്മയില്ല, എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാ? എനിക്കറിയാൻ പാടില്ല. അവരുടെ കമ്പനിയിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ സംഭവങ്ങൾ ചോദിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് എനിക്കറിയാൻ പാടില്ലാട്ടോ, എനിക്ക് ഓർമ്മയില്ലാട്ടാ, അന്നത്തെ ജോലിക്കാരില്ലാട്ടോ, അന്നത്തെ കമ്പനി നിർത്തിപ്പോയി, ആ കമ്പ്യൂട്ടറും തല്ലിപ്പൊളിച്ച് കാട്ടിക്കളഞ്ഞു, അപ്പൊ ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് വീണ വിജയൻ തടി തപ്പാൻ ശ്രമിക്കണ്. ഇങ്ങനെ പല പ്രാവശ്യം ചോദ്യം ചെയ്യല് ഈ ഒറ്റ മറുപടി തന്നെ പറയണ്. അപ്പൊ ചിലപ്പോ ഈ സുപ്രീം കോടതിയിലൊക്കെ കോടികൾ വിലയുള്ള അഭിഭാഷകരെ ഇരുത്തിയിട്ടുള്ള ഈ വക്കീലന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെയുള്ള പുള്ള അത് കാണാണ്ട് പഠിച്ച് പരീക്ഷയ്ക്ക് പഠിച്ചു പറഞ്ഞ EDയുടെ മുമ്പിൽ വന്നിട്ട് ചോദ്യം ചെയ്യലിന് ഇരിക്കണത്. അപ്പൊ ED ചോദിക്കുന്നതിനൊക്കെ വക്കീൽമാര് പറഞ്ഞു കൊടുത്ത പോലെ ഓരോ ഉത്തരങ്ങൾ അങ്ങോട്ട് പറയണത്. എനിക്ക് ഓർമ്മയില്ല, കണ്ടിട്ടില്ല, അത് ഞാനല്ല ചെയ്തത്, അപ്പൊ അത് അങ്ങനെ നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. EDനെ തിരിച്ച് ചോദ്യം ചെയ്യണ പോലെയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ തിരിച്ച് വേറെ ചോദ്യം അങ്ങനെ ചോദിക്കണത്. അപ്പൊ ഈ പറയണത് കള്ളത്തരമാണോ എന്ന് അവർക്ക് EDക്ക് പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി പുള്ള ഒരു കറുത്ത മാസ്കും പറ്റുകൊണ്ട് പോയി. അതായത് പുള്ളേരെ എവിടെയൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട് അവിടെ ഒന്നും കറുത്ത മാസ്ക് വെച്ചിട്ട് കണ്ടിട്ടില്ല. ചുണ്ടത്ത് എന്താണ് ചുവന്ന ചായയൊക്കെ അടിച്ചിട്ട് മരുന്ന പുള്ളേനെയാണ് കണ്ടിട്ടുള്ളത്. മുടിയൊക്കെ ബോബ് ചെയ്തെല്ലാം ഇടുക്കി കുട്ടിയായിട്ട് കാണാനൊക്കെ നല്ല കുട്ടിയാണല്ല. അപ്പൊ അങ്ങനെ ആ കുട്ടി വരുന്ന സമയത്ത് ഒരിക്കലും ഒരു മാസ്ക് കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് കറുത്ത മാസ്ക് കണ്ട കടക്ക് പുറത്തുനിന്ന് അപ്പൊ പറയും. ആന വഴി നടന്നു പോകണം കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആളായിരുന്നു പിണറായി വിജയൻ. മരിച്ച വീട്ടിൽ എവിടെയെങ്കിലും വീടിന്റെ പഠിക്കുക കറുത്ത കൊടി വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ അതിൽ കടന്നു പോകണമെങ്കിൽ ആ കൊടിയെടുത്ത് വലിച്ചെറിഞ്ഞ് കാട്ടിക്കളയാൻ പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല. പിണറായി വിജയന്റെ നവകേരള യാത്ര കടന്നു പോണ സമയത്ത് കറുത്ത കുപ്പായോ കിട്ടുന്ന ആളുകളൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ടായി വൈകുന്നേരം വരെ അന്ത്യാവ് നേരെ ജയിലിലിരുത്തി കഥയൊക്കെ നമുക്ക് അറിയാല്ല. അപ്പൊ ആ കറുപ്പ് ഇപ്പൊ പുള്ള ഏറ്റെടുത്തേക്കാണ്. അതിന്റെ കാര്യം പറഞ്ഞ് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോഴല്ല അറിയണത് അതിലൊരു ഹിക്മത്ത്. അതെന്താണെന്നറിയാമോ? ചില ആളുകൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ മുഖത്തെ മാംസപേശികളുടെ ചലനം, കണ്ണിന്റെ കൃഷ്ണമണിയുടെ അനക്കമൊക്കെ നോക്കി സത്യമാണോ കള്ളമാണോ പറയണെന്ന് അറിയാനുള്ള ചില മെഷീനൊക്കെ ഉണ്ട് അത്രേ. അപ്പൊ EDയുടെ കയ്യിൽ എന്തായാലും ആധുനിക ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യലായിരിക്കുമല്ലോ. എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അപ്പൊ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പിന്നീട് അത് മാറ്റി പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പുള്ള എന്ത് ചെയ്ത് പുള്ളക്ക് കിട്ടിയ ഉപദേശം അനുസരിച്ച് കറുത്ത മാസ്ക് കണ്ട് വെച്ചോളാൻ പറഞ്ഞു. മോത്ത് കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ ചില നമ്മുടെ ഈ എന്താണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില സഹോദരിമാര് അമ്മമാരൊക്കെ നടക്കൂല, കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ പെൻഗിന്റെ പോലത്തെ ഒരു വസ്ത്രമൊക്കെ ഇടിച്ചിട്ടുണ്ട് നടക്കൂല, കറുത്ത വസ്ത്രം. അതിപ്പോ ഇനിയിപ്പോ മുസ്ലിം സമുദായത്തെ കളിയാക്കി എന്ന് പറഞ്ഞ് ഇവിടെ മെക്കറ്റേക്ക് കയറാൻ പാടില്ലട്ടാ. അങ്ങനെ പറഞ്ഞല്ല, ഒരു ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ വീണ വിജയൻ കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ ഒരു മാസ്ക് ഒക്കെ പറ്റുണ്ടെന്ന് EDയുടെ മുമ്പിൽ ഇരുന്ന് എനിക്കറിയാൻ പാടില്ല, ചോദിക്കണ എല്ലാ ചോദ്യത്തിനും അതെനിക്ക് ഓർമ്മയില്ല, മറന്നുപോയിട്ടാ, എനിക്കറിയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് EDയോട് തിരിച്ചും ചോദിക്കണം. ഇതിൽ നിന്ന് EDക്ക് ഒരു കാര്യം പിടികിട്ടി. അതായത് ഇവരെ മുന്നിൽ നിർത്തിയിട്ട് ബാംഗ്ലൂരിൽ പോയി ഒരു
ബംഗളൂരിൽ പോയിട്ട് ഒരു പേരൊക്കെ ഒരു വെർച്വൽ അഡ്രസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെ മുന്നിൽ നിർത്തിയിട്ട് പിണറായി വിജയൻ എന്ന ആള് കളിച്ചേക്കണ കളിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഈ CMR-ന്റെ അടുത്ത് നിന്ന് കാശ് പിടുങ്ങാൻ വേണ്ടിയിട്ട് ആ പിടുങ്ങണ കാശൊക്കെ ഇവരുടെ അക്കൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇവരുടെ പേരിൽ ഒരു കമ്പനി അങ്ങോട്ട് തുടങ്ങി. ഇത് കോപ്പറേറ്റ് ചെയ്തേക്കണ ഒരു മൂന്നാമനാണ്. ആ മൂന്നാമനാണ് ഇപ്പൊ ED തേടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ മൂന്നാമന്മാരാണുള്ള കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും ED മൂന്നാമനെ കണ്ടെത്തും. അപ്പൊ ഇപ്പൊ എനിക്ക് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല. ആളുകളുടെ ഊരി പിടിച്ച ആളുകളുടെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഓടിയിട്ട് ഇങ്ങോട്ട് നടന്നിട്ട് കുറുകയും പട്ടവും നീളമൊക്കെ ഓടിയിട്ടുണ്ടെന്ന് പറയുന്നത് പിണറായി വിജയൻ ഇപ്പൊ പട്ടവും നീളമൊക്കെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് ഓടിക്കൊണ്ട് കൊടുക്കുകയാണ്. ഒരു വക്കീലിന്റെ ഓഫീസിൽ നിന്ന് അടുത്ത വക്കീലിന്റെ ഓഫീസിലേക്ക് ഓടും, അടുത്ത വക്കീലിന്റെ ഓഫീസിൽ നിന്ന് വേറെ വക്കീലിന്റെ ഓഫീസിലേക്ക് ഓടും. കാരണം തൊട്ടാ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതിന് പുള്ള ചോദ്യം ചെയ്യുമ്പോൾ മറുപടി കിട്ടണം. വക്കീൽമാർക്ക് കോടിക്കണക്കിന് രൂപ ഭാര്യ എറിഞ്ഞ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല. കാരണം ഈ ED ഏതാണ്ട് വീണേനെ വിട്ടമുട്ട് തന്നെയാണ്. വീണ അതിലൊരാളായിട്ടുണ്ടെന്നല്ലാണ്ട് അതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചേക്കണ മൂന്നാമനെ നിർത്തി കളിച്ചേക്കണ പിണറായി വിജയൻ. അപ്പൊ വെറുതെ CMR-ൽ കറുത്ത ഭാര്യക്ക് ഒരു കാശ് ആർക്കും കൊടുക്കൂല. കറുത്ത എല്ലാവർക്കും കാശ് കൊടുത്തിട്ടുണ്ട്. കറുത്ത ഗേറ്റിന്റെ പടിക്കടി പോണ വീടിന്റെ കമ്പനിയുടെ ഒക്കെ പടിക്കടി പോണ ആളുകളെ വിളിച്ചു കയറ്റി കാശ് കൊടുത്തിട്ടുണ്ട്. അതായത് കരിമണൽ എന്ന ആരെങ്കിലും ഒരു വാക്കങ്ങോട്ട് കരി എന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അപ്പൊ കറുത്ത കാശ് കൊടുക്കാണ്. കാരണം എന്തുട്ടാ ഈ കരിമണലിൽ കറുത്തക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ഇടങ്ങേറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ആള് പിന്നെ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറുത്ത അങ്ങോട്ട് കാശ് കൊടുക്കാണ്. അത് ആളുടെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച്, ഈ സംഘടനയുടെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് അത് 1000 ആവാം, 10000 ആവാം, ലക്ഷം ആവാം, കോടികളാവാം. അങ്ങനെ കോടികൾ മേടിച്ച് ലക്ഷങ്ങളൊക്കെ മേടിച്ച ആളുകളുടെ പേരുകൾ കറുത്ത ഒരു ഭംഗിയായിട്ട് വർണ്ണക്കടലാസ് ഇട്ട് ഒട്ടിച്ചു വെച്ച ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. PB ഇത്ര ലക്ഷം, കുഞ്ഞാലിക്കുട്ടി KK ഇത്ര ലക്ഷം, RC രമേശ് ചെന്നിത്തല ഇത്ര ലക്ഷം, OC ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ, PB ഒഴികെ. ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക്, പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന കിട്ടിയിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും നേതാക്കന്മാരുടെ പേരിലല്ല തരണത്. അല്ലാണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ലല്ല. ആ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് തരും, സംഘടനയിലേക്ക് മാറ്റും. പക്ഷെ ആ PB ഞാനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞേക്കണേ. അതെന്തെങ്കിലും ഒക്കെ പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഈ കറുത്ത ഭാര്യക്ക് ഒരു കാശ് കൊടുത്തവരുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കരി എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ CMR-ന്റെ പടിക്ക് പെട്ടിക്കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ ആ പുള്ളിക്കും കൊടുക്കും കാശ്. കരിന്ന് മിണ്ടാൻ പാടില്ല. കരിപ്പെട്ടി കാപ്പി എന്നായിരിക്കും പുള്ളി പറഞ്ഞാലും വേണം. അപ്പോഴും കാശങ്ങോട് കൊടുക്കും, കരിമണ്ഡലം എന്ന് പറയുന്നത് കേട്ടിട്ട്. അപ്പൊ അങ്ങനെ കറുത്ത കാശ് കൊടുത്തവർക്കൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണിന്റെ പേർക്ക് എന്തിനാ കാശ് കൊടുക്കണത്? ഈ ബംഗളൂരു ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കണ ഈ വീണ വിജയന്റെ കമ്പനിയെ കുറിച്ച് കേരളത്തിൽ കിടക്കുന്ന CMR-ൽ എങ്ങനെ അറിവുള്ളത്? CMR-ൽ കരിമണൽ ഖനന കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു സിന്തറ്റിക് റൂട്ടൈൽ അങ്ങനെ തോറിയം മുതലായിട്ടുള്ള വസ്തുക്കൾ മൂലകങ്ങളൊക്കെ വേർതിരിച്ചെടുത്ത് ആണവ യാത്രകളിൽ ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയം വരെ ഉണ്ടാക്കുന്ന മൂലകങ്ങളിലേക്ക് ഒക്കെ വേർതിരിച്ചെടുത്ത് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു കൊടുത്ത് പിന്നെ വീണ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഈ സോഫ്റ്റ്വെയർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം. ഈ സോഫ്റ്റ്വെയർ ഈ CMR-ന് എന്താ കാര്യം? അവർക്ക് അതിലൊരു കാര്യമില്ല, അത് കിട്ടേണ്ടേയും കാര്യമില്ല, തന്നിട്ടില്ല എന്ന് പറയുന്നത്. വീണ ഒരു സഹായവും ഞങ്ങൾക്ക് തന്നിട്ടില്ല. 10 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല. എന്നാലും കോടിക്കണക്കിന് കാശ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വീണയ്ക്ക് കാശ് കൊടുത്തതിന്റെ പുറകിൽ ഒരാളുണ്ടാവൂല. CMR-ന് എന്തെങ്കിലും ഒരു ഉപകാരം കണ്ട് കറുത്ത കാശ് വെറുതെ വാരിക്കോരി കൊടുക്കുവോ? ഇല്ല. അപ്പൊ കറുത്ത ഇവർക്ക് കാശ് കൊടുത്തതിന്റെ പുറകിൽ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് പിണറായി വിജയൻ. അപ്പൊ അങ്ങനെ കരിമണല് സ്വകാര്യ വ്യക്തികൾക്ക് ഖനനം ചെയ്യാൻ പാടില്ല എന്നുള്ള കേന്ദ്രത്തിന്റെ ഓർഡറൊക്കെ പൂഴ്ത്തി പറ്റിയ 2019 ഒരു ഇഷ്ടം പോലെ കരിമണല് ലോറിക്ക് കോരി പൂട്ടുകണയിലേക്ക് പുട്ടിയിടാൻ വേണ്ടി പൊടി വാരിയിരുന്ന പോലെയാണ് കറുത്തയ്ക്ക് ലോറി കണക്കിന് അടിച്ചിങ്ങോട്ട് കൊടുത്തതെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ തെളിയും. അതിലേക്കാണ് ഇപ്പൊ ED പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ED-യുടെ അന്വേഷണം വീണേനെ വിട്ട്, വീണ ഇനി വരും, ഇനി ചോദ്യം ചെയ്യാൻ വേണ്ടി വരും. ഈ ചോദ്യം ചെയ്യലിൽ നിന്നുള്ള എത്തും പൊത്തും തിരിയാത്ത പുള്ളേനെ എടുത്ത് ചോദ്യം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ED കണ്ടുപിടിക്കുന്നത്. എത്ര വക്കീലന്മാര് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത ഉത്തരം ഇവിടെ വന്ന് പറയുമ്പോഴും ED ചോദിക്കണ വേറെ തരത്തിലല്ല. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഒന്ന് പിടിച്ചേക്കാൻ പറ്റാണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയാണ്. ഇപ്പൊ അവിടെ തന്നെ കന്റോൺമെന്റ് ഹൗസിൽ അച്ഛനും മോളും തമ്മിൽ ഇടിയായിട്ട് പുറത്ത് പറയുന്നത്, നിങ്ങൾ എന്നെ വെറുതെ വേണ്ടാത്ത ഇതിലൊക്കെ കൊണ്ടുപോയി കുടിക്കുക, എന്നെ ഇപ്പൊ എനിക്ക് നിർത്തുന്ന റീഡിൽ നിൽക്കാൻ പാടില്ല, ഇപ്പൊ എന്റെ ചുണ്ടത്ത് എന്താണ് ഈ ചുവന്ന പെയിന്റ് ഒക്കെ അടിച്ച് ഞാൻ പോണത് ജനത്തിന്റെ എന്റെ മോറ് പോലും കാണാൻ പാടില്ലാണ്ട് ഈ കറുത്ത തുണിയൊക്കെ വെച്ച് ഈ പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കിയാൽ നിങ്ങൾ ഒറ്റൊരുത്തുന്നതൊക്കെ പറഞ്ഞ് പുള്ള അച്ഛനോട് ചൂടാവാണെന്ന് പറഞ്ഞേക്കരുത്. അപ്പൊ അതെന്ത് തന്നെയായാലും ഇപ്പൊ പിള്ളേരെ ചോദ്യം ചെയ്ത് ED-ക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പുള്ള അല്ല അതിന്റെ പുറയിലെ ഉത്തരവാദി അച്ഛൻ തന്നെയാണ്. അപ്പൊ ED അച്ഛനിലേക്ക് എത്താണ്. ED അച്ഛനിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തെ CPM-കാർ സമ്മതിക്കുവോ? ED റൈഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ നമ്മളെ കണ്ടാണല്ലോ ശിവരാത്രി ഇവിടെ പുറത്ത് ആളുകൾ തടിച്ചു കൂടുന്ന പോലെ, ബാബു ബലിയുടെ കൂടുന്ന പോലെ തടിച്ചു കൂടി ED-യുടെ കാറ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തല്ലി പൊളിക്കുന്നത്. അതിനൊക്കെ കേസെടുത്ത് 26 വരെ ഇപ്പൊ അകത്ത് കിടക്കുന്നുണ്ട്. ഒരുത്തനെ വിട്ടിട്ടാ, അത് പിണറായിയുടെ ഒരു പ്രോസിക്യൂട്ടറാണല്ലോ വിട്ടത്. അതിന് കേസ് വേറെ കിടക്കേണ്ട. ED അതോടുകൂടി കരിപ്പിലായി.
ഈയുടെ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തുകൊണ്ട് ഇവരിവിടെ വെറുതെ ഇരിക്കാന്ന് വെച്ചപ്പോൾ ഇഡിയുടെ എന്താണ് ഈ രാഹുൽ നവീൻ ഇഡിയുടെ ഡയറക്ടർ പിറ്റേ ദിവസം കൂടെ പറഞ്ഞിറങ്ങിയിട്ട് അങ്ങനെ ഓർഡർ ഇട്ട് കഴിഞ്ഞ് പുള്ളേനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തോ കേന്ദ്ര മന്ത്രാലയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിയുടെ അബുദാബി നാഷണൽ ബാങ്കിലുള്ള അക്കൗണ്ടിന് ഡീറ്റെയിൽ എടുക്കാൻ പറഞ്ഞ് ഇതെല്ലാം കൂടി കിട്ടി എടുത്തു വെച്ചിട്ട് ഇപ്പൊ ഇഡി അന്വേഷണത്തിന് വരാണ്. അപ്പൊ മനസ്സിലായി പുള്ള അല്ല അതിന്റെ പുറയിൽ പുള്ളേരെ മുന്നിൽ നിർത്തി കളിച്ചേക്കണാണ്. അതായത് ശിഖണ്ഡീനെ മുന്നിൽ നിർത്തിയിട്ട് ദ്രോണാചാര്യ വീഴ്ത്തി ഭീഷ്മരെ വീഴ്ത്തി എന്ന് പറയണ്ടില്ല. അതുപോലെ ഈ ഭീഷ്മൻ എന്താണ് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരായ ഈ പിണറായി വിജയനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ബീനേനെ കൊണ്ട് നിർത്തിയേക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോയേക്കണത്. അപ്പൊ ഈ CPM-കാർ സമ്മതിക്കോ അന്ന് ഇഡിയുടെ കാറൊക്കെ തെല്ലിപ്പൊളിച്ച ആളുകൾ ഇപ്പൊ മനീഷ് സിസോദിയനെ എന്താണ് മദ്യക്കടത്തുമായിട്ട് നമ്മുടെ ഇവരെ പൂട്ടാൻ വേണ്ടിയിട്ട് ആം ആദ്മിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇഡിനെ ഉപയോഗിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി ചിദംബരത്തിനെ പൂട്ടി എന്നൊക്കെ പറഞ്ഞാല് ഇവിടെ ആഗോള പ്രശസ്തനായ അതായത് ഗോർബച്ചേവിനെ പോലെ എന്താണ് ബിൽ ക്ലിന്റനെ പോലെ അതുപോലെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ പോലെയൊക്കെ ആഗോള പ്രശസ്തി ആർജിച്ച പിണറായി വിജയൻ ന്യൂയോർക്കിൽ പാട്ടക്കസേരയൊക്കെ ഇട്ടിരുന്ന ന്യൂയോർക്കിൽ പോയി നേതാവായിട്ടിരുന്നില്ല. ആ പൂട്ടാൻ വേണ്ടിയിട്ട് ഇഡിനെ ഉപയോഗിച്ച് നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ്. പുള്ളി ഡൊണാൾഡ് ട്രംപിന്റെ അത്ര പിണറായി വിജയൻ വളരാനായിട്ട് മോദി സമ്മതിക്കില്ല. മോദിയിലും വലിയ നേതാവ് കൂടെ വേണ്ട. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അത്ര വലിയ ആളാവും പിണറായി വിജയൻ പാടില്ല. പാട്ടക്കസേരയൊക്കെ ന്യൂയോർക്കിൽ പോയിരുന്നെങ്കിൽ അത് ഇനി ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ട്രംപ് ഇഡിനെ പറഞ്ഞയക്കാനാണെന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത്. അങ്ങനെ CPM-കാർ ഇപ്പൊ വേറെ AKG സെന്ററിൽ ഗൂഢാലോചനയൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇഡി പിണറായി വിജയന്റെ അടുത്ത് ഇനി ചെന്ന് കഴിഞ്ഞാൽ ഇനിയും ഇഡിയുടെ കാറ് തല്ലി പൊളിക്കും സമ്മതിക്കില്ല എന്നുള്ള മറ്റുള്ള ആലോചന പോകുന്നുണ്ട്. അപ്പൊ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് എന്തായാലും മാറ്റി നിർത്തണം. പാർട്ടിക്ക് നാണക്കേടാവില്ല. വീട്ടുകാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഈ സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ പുള്ളിയെ കൈകാര്യം ചെയ്ത് ശരിയായില്ല എന്നൊരു അഭിപ്രായം വേറെ ഉണ്ട്. അപ്പൊ എന്നാലും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഇപ്പൊ മാറ്റി നിർത്തും. എന്നാലും പിണറായി വിജയനെതിരെ പ്രതിരോധിക്കാൻ അവർ തയ്യാറാണെന്നുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ പോണത്. അപ്പൊ 82 വയസ്സുള്ള പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ചോദിച്ച് മേടിച്ചാണ് അറിയാല്ല. പുള്ളിയുടെ പേരിൽ ആണ് കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഡി അന്വേഷണം വരില്ല. ലാവലിംഗ് കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കാനുള്ള. അപ്പൊ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നുള്ള ഒരു പ്രിവിലേജ് എങ്കിലും ഇല്ലാണ്ട് ഇതിനൊന്നും ചേർത്തിക്കാൻ പറ്റില്ല എന്ന് പിണറായിക്ക് അറിയാല്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, ചുണ്ടത്ത് നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നടക്കുന്ന പുള്ളിയുടെ മുഖത്ത് മാസ്ക് വെച്ചിട്ട് കറുത്ത മാസ്ക് വെച്ചിട്ട് ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ച് എഴുതിക്കരുത്. ഈ പുള്ളിക്കാരൻ തന്നെ അച്ഛൻ തന്നെയാണ് എന്നുള്ള മറ്റൊരു പുള്ളിയുടെ അമ്മയൊക്കെ കൂടി കരിച്ചേക്കണം എന്ന് പറയണേ. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, ആ മൂന്നാമൻ ആരാന്നുള്ള അന്വേഷിച്ച് പിണറായി വിജയനിലേക്ക് ഇഡി എത്തണം. ഇഡി ഇപ്പൊ വീണനെ വിട്ട് പിണറായി വിജയനിലേക്കും ആ മൂന്നാമനിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ് അറിഞ്ഞേക്കണം. എന്തായാലും വൈകാണ്ട് ഈ പെരുമഴ ആരംഭിക്കാൻ പോകണമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞാണ്. പിണറായി വിജയനെതിരെ ഇഡിയുടെ പെരുമഴ പെയ്യാൻ പോണ്, വലിയ അറസ്റ്റ് നടക്കാൻ പോകണമെന്നൊക്കെയാണ് പറയണേക്കാണ്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും വരാട്ട. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ.